കൃഷ്ണൻ രാവിലെയായി ഓടക്കോളും കൊണ്ട് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒപ്പം പൂവാരി പശു ഉണ്ട്. അവിടെ ഇരുന്ന് ആലോചിക്കുകയാണ്, ഇന്നിപ്പോൾ ആരൊക്കെയാണ് നമ്മൾ പണി കൊടുക്കേണ്ടത്. കണ്ണ് ചീമ്പി എന്ന് ചിന്തിക്കുകയാണ്. അപ്പോൾ 4 ഭാഗം നോക്കിയപ്പോൾ ബലരാമനില്ല അടുത്ത്. ബലരാമൻ ഒരു പണി ചെയ്യാനും സമ്മതിക്കില്ല. അങ്ങനെ കൃഷ്ണൻ ഓടക്കോളും വിളിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങി പുറത്തേക്ക്. പിന്നാലെ ഗോപബാലന്മാരും പശുക്കളും കുട്ടികളും എല്ലാവരും പിന്നാലെ പോയി. അങ്ങനെ നടന്ന് ഒരു നദിയുടെ തീരത്തെത്തുകയാണ്. അപ്പോഴത്തേക്കും സമയം നട്ടുച്ചയാണ്. നല്ല വെയിലാണ്. എല്ലാവർക്കും നല്ല ദാഹമുണ്ട്. എല്ലാവരും നദിയിൽ ഇറങ്ങി വെള്ളം കുടിച്ചു. ഇല്ല, കുറച്ച് നേരം കഴിഞ്ഞതേ ഉള്ളൂ, ഓരോരുത്തരും അങ്ങോട്ട് വീഴൽ തുടങ്ങി. ബോധമില്ലാണ്ട് വീണു. കൃഷ്ണൻ അപ്പം ഇങ്ങനെ നദിയിലേക്ക് നോക്കിയപ്പോൾ കാളിയൻ ഭയങ്കര ദേഷ്യത്തിൽ കൃഷ്ണനെ അങ്ങോട്ട് നോക്കുകയാണ്. ഇത് കണ്ടതും കൃഷ്ണൻ ഒരൊറ്റ ചാട്ടം കാളിയൻ്റെ തലയ്ക്കാണ്ട് ചാടി. ഓരോ തലകളിലും നിന്ന് നിർത്താൻ തുടങ്ങി. അതോടുകൂടി കാളിയന് വയ്യാണ്ടേ. കാളിയൻ്റെ ആ ഒരു അഹങ്കാരമൊക്കെ ഇല്ലാണ്ടേ. കൃഷ്ണൻ കാളിയനോട് പറഞ്ഞു, നീ രമണകം ദ്വീപിൽ പോയിട്ട് താമസിച്ചോളൂ. ഇത് ഈ നഗരവാസികൾക്ക് വെള്ളം കുടിക്കാനുള്ള തീരാണ് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞതോടുകൂടി കാളിയൻ മെല്ലെ അവിടുന്ന് പോവുകയാണ്. അപ്പോഴത്തേക്കും ഗ്രാമവാസികളൊക്കെ ഓടി വന്ന് കണ്ണനെ കെട്ടിപ്പിടിക്കുകയാണ്. കാരണം ഇത്രയും വലിയ ഒരു ആപത്തുനിന്ന്, അല്ലെങ്കിൽ കാളിയൻ്റെ ഈ ഒരു ദേഷ്യത്തിൽ നിന്ന് ഗ്രാമവാസികളെ രക്ഷിച്ചില്ലേ, അതിൻ്റെ സന്തോഷം പ്രകടിപ്പിക്കുകയാണ് എല്ലാവരും.